എല്ലാവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ കൂട്ടായ്മ അനേക കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കാൻ കാരണം നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടും കൈത്താങ്ങൽ തന്നതുകൊണ്ടും മാത്രമാണ്. ഇനിയും നിങ്ങളെ കൈത്താങ്ങൽ ആവശ്യമാണ്. ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വീണ്ടും നിങ്ങളുടെ സാമ്പത്തിക കൂട്ടായ്മയെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവ് നിങ്ങൾക്കതിനുള്ള പ്രതിഫലം നൽകിത്തരും. കർത്താവിൻ്റെ കരം ഓരോ കാര്യത്തിലും നിങ്ങളോട് കൂടിയിരുന്ന് പ്രവർത്തിക്കും. ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. 39-ാമത്തെ വാക്യം വായിച്ചതാണ്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഷണ്ണൻ രക്ഷയുടെ സന്തോഷം നിറഞ്ഞവനായി അവൻ അവൻ്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. 40-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവിടെ നിന്ന് 42ഓളം കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ് അസ്തോദ്. അത്രയും ദൂരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എടുത്തുകൊണ്ട് പോയി. വിമാനമാർഗമല്ല. ഷണ്ണൻ സഞ്ചരിക്കുന്നത് ആ കാലത്തിലെ ഏറ്റവും വേഗതയുള്ള വാഹനമാണ്. തേര്, കുതിര, പല കുതിരകളെ കെട്ടിവലിക്കുന്ന തേര്. അതാണ് അന്ന് ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം, അല്ലെങ്കിൽ രാജവാഹനം. അതിനകത്താണ് ഷണ്ണൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോയത് അസാധാരണമായ ഒരു യാത്രയാണ്. ഫിലിപ്പോസിനെ പിന്നെ കണ്ടില്ല. അപ്രത്യക്ഷമായി. ഒരാൾ അപ്രത്യക്ഷമാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വേഗതയുണ്ട്. നമ്മളിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് അന്യഗ്രഹ ജീവികൾ അവരുടെ കുറേ അടയാളങ്ങളൊക്കെ ആകാശത്ത് കണ്ടു, പിന്നെ അത് അപ്രത്യക്ഷമായി. അതായത് അതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രം പറയുന്നത് നമ്മുടെ വേഗതയേക്കാൾ പല മടങ്ങ് വേഗതയിലാണ് അവരുടെ യാത്രകൾ. പറക്കും തളി എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ മുതൽ കേൾക്കുന്ന വാർത്തകളാണ്. അന്യഗ്രഹ ജീവികൾ പറക്കും തളികയിൽ യാത്ര ചെയ്യുന്നു. വളരെ വേഗത്തിൽ വരുന്ന യാത്രാ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നു. എന്നാൽ അന്യഗ്രഹ ജീവികളെക്കാൾ ഈ പറഞ്ഞ എല്ലാ വേഗതയേക്കാൾ വേഗത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് സഞ്ചരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പീഡിൽ ഫിലിപ്പോസ് യാത്ര ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ പാഴുശൂന്യമായ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ 6 ദിവസം കൊണ്ട് വളരെ വേഗത്തിൽ എല്ലാം ഉളവായി വന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം കരയിൽ, വെള്ളത്തിൽ, ആകാശത്തിൽ ഉളവാകാനുണ്ടോ അവ മുഴുവനും ഉളവായി. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ വേഗത. ബൈബിൾ പറയുന്നു, പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും വെട്ടിക്കിളിയും കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ പകരം തരും. ആ സംവത്സരങ്ങൾ, എല്ലാം പോയ സംവത്സരങ്ങളിൽ അതെല്ലാം തിരിച്ചു തരും. അതിൻ്റെ വേഗത, എത്ര വേഗത്തിൽ അത് തരും? പരിശുദ്ധാത്മാവിൻ്റെ വേഗതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം പുതുതായി സൃഷ്ടിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഒരാൾ പുതിയ സൃഷ്ടിയായി തീരുന്നത് പരിശുദ്ധാത്മാവിലാണ്.
പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഒരു കുഞ്ഞ് ജനിക്കാൻ 10 മാസം അമ്മയുടെ വയറ്റിൽ കിടന്ന് പുറത്തു വരും. അതിനെ 6 മാസമോ 5 മാസമോ ഒന്നാക്കാൻ നമുക്ക് കഴിയില്ല. 10 മാസം എന്നുള്ള കണക്ക് 10 മാസം തന്നെയാണ്. അതിനു മുമ്പ് ഒരു കുഞ്ഞ് പുറത്തു വന്നാൽ അത് ഭയങ്കര അപകടകരമാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് എന്തോ പൂർണ്ണത കുറവുണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതായത് നാച്ചുറൽ സ്പീഡ്, സൂപ്പർ നാച്ചുറൽ സ്പീഡ് രണ്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ജനനം 10 മാസം കൊണ്ട് ക്രമാതീതമായിട്ട് കുഞ്ഞ് വളർന്നു. എന്നിട്ട് 10-ാം മാസം പുറത്തു വന്നു. അതാണ് ഒന്നാമത്തെ ജനനം. എന്നാൽ വീണ്ടും ജനനം വളരെ വളരെ വേഗതയിലായിരുന്നു. അസാധാരണ വേഗതയാണ്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറഞ്ഞ ആ നിമിഷത്തിൽ ഭയങ്കരമായ ഒരു സൃഷ്ടിപ്പ് നടന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ ഒരു സംഭവം നടന്നു. ഭൂമിയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ സംഭവം, പാപിയായിരുന്ന ഒരു മനുഷ്യൻ ദൈവമകനായി മാറി. പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിച്ചത്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞു എന്നൊരൊറ്റ കാരണമല്ലാതെ അതിൻ്റെ പുറകിലൊന്നുമില്ല. ആരെങ്കിലും യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നെന്ന്. യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന വചനം പോലെ അതേ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമുക്കും വീണ്ടും ജനനം തരുന്നു. അതാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന കാര്യത്തിൽ നടക്കുന്നത്. ആ വ്യക്തിയുടെ പേര് ഉടനെ സ്വർഗീയ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ പേരായി. ആ വ്യക്തി നീതിമാനായി, വിശുദ്ധനായി, ദൈവ കുടുംബത്തിൻ്റെ അംഗമായി, രാജകീയ പുരോഹിതവർഗമായി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളിലേക്ക് കണക്റ്റാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇന്ന് പ്രപഞ്ചത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളിൽ മികച്ച അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. യേശു തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നേടിയെടുത്തത് ഇതാണ്. യേശുവിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയായി മാറുന്നു. അതും പരിശുദ്ധാത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അങ്ങനെ പറയുന്ന ഒരാൾ വീണ്ടും ജനിക്കുകയാണ്, ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു, പുതിയ സൃഷ്ടിയായി മാറുന്നു. ഇത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച അതേ വ്യക്തി, അതേ വസ്ത്രം, അതേ രൂപം, അതേ പ്രായം, എല്ലാം അത് തന്നെ. അപ്പോൾ ഇത് ആത്മമണ്ഡലത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഇത് വിശ്വാസത്താൽ മാത്രമേ ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇത് ബൈബിൾ പറയുന്നു. എന്തുകൊണ്ട് ഈ കാര്യം നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു? ബൈബിൾ ഇത് പറയുന്നു. ക്രിസ്തുവിലായാൽ. എന്നാൽ ബൈബിളിൽ ക്രിസ്തുവിലാകാത്ത പലരുമുണ്ട്. യേശുവിനെ സ്വീകരിച്ചിട്ടും. എനിക്ക് തോന്നുന്നു ഈ 8-ാം അധ്യായത്തിൽ തന്നെ ആ മന്ത്രവാദി ശീമോൻ, അവൻ രൂപാന്തരപ്പെട്ടിട്ടില്ല. അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ കൈവച്ചാൽ മറ്റുള്ളവർക്ക് ലഭിക്കാൻ വേണ്ടി കൈക്കൂലി പത്രോസിന്റെ കയ്യിൽ കൊണ്ടുവന്ന ആളാ. ഒന്ന്, അവൻ കൈക്കൂലി കൊണ്ടുവന്നു. 2,
പണത്തേക്കാൾ വില കുറഞ്ഞതായി പരിശുദ്ധാത്മാവിനെ കണ്ടു. പണം മുകളിലാണല്ലോ, അതുകൊണ്ടാണല്ലോ പണം കൊണ്ടുവന്നത്. പരിശുദ്ധാത്മാവിനെ പണത്തേക്കാൾ വില കുറഞ്ഞു കണ്ടു. അവൻ കുറെ പണം കൊണ്ടുവന്ന് കൊടുത്തു. ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അളവ് വെച്ചു. അതുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് ശിമോനോട് പത്രോസ് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അളവ് വെക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഉയർപ്പിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയ കൃപകളും വരങ്ങളും തരും. പരിശുദ്ധാത്മാവ് നമുക്ക് ജീവജല നദി പോലെ കൃപയുടെ വാക്കുകൾ നമ്മിൽ നിന്ന് ഒഴുക്കും. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് അനുഗ്രഹമാരി പോലെ, അല്ലെങ്കിൽ ഒരു കവിഞ്ഞൊഴുക്ക് പോലെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്ന പീശോൻ നദി പോലെ വെള്ളച്ചാട്ടം എന്നതിൻ്റെ അർത്ഥം. അത് ഒഴുകുന്നിടത്ത് പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്തരമാണ്. അവിടെ ഗുൽഗുലും ഗോമേതകവും ഉണ്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 2:10 വായിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പം അതുപോലെ ഒരു കവിഞ്ഞൊഴുക്കാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിൽ സഞ്ചരിക്കുക. ഫിലിപ്പോസ് ആത്മാവിൽ നിറഞ്ഞവനാണ്. ആത്മാവ് അവനെ നയിച്ചു. ആത്മാവ് അവനോട് സംസാരിച്ചു. അവൻ ചെല്ലിടുന്നിടത്തെല്ലാം ആത്മാവ് ഇടപെടാൻ തുടങ്ങി. കേൾക്കുന്നവർക്കെല്ലാം കൃപ ലഭിക്കാൻ തുടങ്ങി. ആത്മാവിൻ്റെ ചലനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. ഒന്നുകൂടി വായിക്കാം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് അവനെ എടുത്തുകൊണ്ട് വന്ന് അവിടെ നിർത്തിയതല്ല. അത് തന്നെ അവൻ നടന്ന് വരേണ്ടി വന്നു. അതാണ് നമ്മളവിടെ ആരംഭത്തിൽ കാണുന്നത്. ഞാൻ ആ വാക്യം നിങ്ങളെ കാണിച്ചു തരാം. അനന്തരം 26-ാം വാക്യം. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക. അവൻ പുറപ്പെട്ട് ചെന്നു. ഇതൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേൾക്കാനും പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനിൽ സഞ്ചരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളിൽ സംസാരിക്കാനും ആ പദ്ധതി പൂർത്തിയാക്കാനും തയ്യാറെങ്കിൽ പിന്നെ അവൻ്റെ യാത്ര തേരിലായിരിക്കില്ല, വാനിലായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഷണ്ണൻ തേരിൽ തിരിച്ചു പോയപ്പോൾ ഫിലിപ്പോസ് മേഘത്തേരിൽ യാത്ര ചെയ്തു. പിന്നെ അവനെ കണ്ടില്ല. ഫിലിപ്പോസിന്റെ വണ്ടിയുടെ ചക്രം ഇങ്ങനെ ഉരുണ്ട് ഭൂമി കുലുക്കിക്കൊണ്ട് പൊടിപടല ഉയർത്തിക്കൊണ്ട് ദൂരേക്ക് പോയി. എന്നാൽ മേഘത്തേരിൽ യാത്ര ചെയ്തവൻ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. ഇതുപോലെ നിന്റെ സ്പീഡ് ഈ ദിവസങ്ങളിൽ കൂടാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു. നീ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പടികളിൽ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല എന്ന അളവിലും നീ മുന്നോട്ട് പോകാൻ തയ്യാറെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ നിന്ന് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു നദി പോലെ നിന്റെ കൺട്രോളിൽ നിന്ന് മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലേക്ക് ഈ നിയോഗത്തെ കർത്താവ് തിരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിന്റെ കണക്കുകളെ തെറ്റിച്ചുകൊണ്ട് കർത്താവ് വലിയ പ്രവർത്തികളെ ചെയ്യാൻ പോവുകയാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വേഗത കൂടും. അസാധാരണമായി ഷണ്ണൻ അവൻ്റെ നാട്ടിലെത്തുന്നതിന് മുമ്പേ ഫിലിപ്പോസ് തൻ്റെ ദൗത്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഷണ്ണൻ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുമ്പിൽ കുതിരകൾ ഓടുന്നു,
സൈന്യങ്ങൾ ചുറ്റുമോടുന്നു, പൊടിപടലം പറക്കുന്നു. ഇന്നത്തെ പോലത്തെ ടാറിങ് റോഡൊന്നുമല്ല, കല്ലുകൾ നിറഞ്ഞതാണ്. കുലുങ്ങി 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 ഷണ്ണൻ്റെ വയറിങ്ങനെ കുലുങ്ങി ആടി ഉലയുന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ ഉലയുമ്പോൾ, കുലുങ്ങുമ്പോൾ, ഒരു യാത്ര കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, അത്രയും കുടുക്കമാണ്. ഇപ്പോഴത്തെ NH-ൻ്റെയൊക്കെ പണി നടക്കുമ്പോൾ എത്ര നില വണ്ടിയാണെങ്കിലും ഏകദേശം ഒരു തേരിൽ കുതിരപ്പുറത്തൊക്കെ പോകുന്ന ഫീല് നമുക്ക് കിട്ടാറുണ്ട്. ഈ ഭാഗമൊക്കെ വായിക്കാൻ പറ്റിയ സമയം NH കൂടി ഇപ്പോൾ പോകുമ്പോഴാണ്. പണി നടക്കുന്ന സ്ഥലത്തുകൂടി പോകുമ്പോൾ അറിയാം ആ പൊടിപടലവും. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ദേഹത്തുള്ള മണ്ണും എല്ലാം കൂടി ഓർക്കുമ്പോൾ ആ ഷണ്ണൻ്റെ യാത്ര പോലെ തന്നെ ഒരു യാത്ര. എന്നാൽ ഫിലിപ്പോസ് പൊടിപടലമില്ല, ശല്യങ്ങളില്ല, ഇന്ധന ചെലവില്ല, യാത്രാ ചെലവില്ല, വേഗത, വേഗത, പരിശുദ്ധാത്മാവിൻ്റെ സ്പീഡ്. കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് നാം രൂപാന്തരപ്പെടുന്നത്. രൂപാന്തരപ്പെടുക, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇത് പരിശുദ്ധാത്മാവാണ്. അനേകർക്ക് ഷിഫ്റ്റ് നടക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന പല രഥങ്ങളും ഇനി കണ്ടില്ലെന്ന് വരും. ഇപ്പോൾ നിങ്ങൾ ചെയ്ത മിനിസ്ട്രി, അതിൻ്റെ പൂർത്തീകരണത്തോടുകൂടി നിങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു സൂപ്പർ നാച്ചുറൽ തലങ്ങളൊക്കെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ. ഇത് കേൾക്കുമ്പോൾ ചിലരുടെ അകത്ത് ഒരു പ്രാർത്ഥനയാകട്ടെ, കർത്താവെ വേഗത കൂടണം, പരിശുദ്ധാത്മാവിൻ്റെ വേഗതയിൽ കാര്യങ്ങൾ നടക്കണം. വേഗത്തിൽ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ഡിവൈൻ ആക്സിലറേഷൻ സംഭവിക്കട്ടെ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ വേഗത കൂടട്ടെ, പുതിയ സൃഷ്ടിപ്പുകൾ നടക്കട്ടെ, ആത്മനദി ഒഴുകട്ടെ, വചനത്തിൻ്റെ ശക്തി ഓരോരുത്തരിലും വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും, സൗഖ്യങ്ങൾ ഉണ്ടാകും, മാനസാന്തരമുണ്ടാകും, പുതിയ സൃഷ്ടികളാകട്ടെ, പുതിയ സാക്ഷ്യങ്ങൾ ഉളവായി വരട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇതെല്ലാം പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും കൽപ്പിക്കാനും പ്രഖ്യാപിക്കാനും ഒരാൾ പുറകിൽ നിന്നാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു, ഞാനിത് പറഞ്ഞപ്പോൾ ഒത്തിരി ആത്മമണ്ഡലത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്തു കഴിഞ്ഞു എന്ന് എൻ്റെ പ്രാർത്ഥനയിൽ ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ ബലപ്പെടുത്തും. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. പകരം നൽകൂ നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എന്തു ഞാൻ പകരം നൽകൂ നീ കരുതും കരുതലിന യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി സർവഭൂമിക്കും സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോരേ
അതിശയമേ ഓ സർവഭൂമിക്കും രാജാവു നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോനും നീയേ നിന്റെ പ്രവർത്തികൾ അതിശയമേ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി ഓ എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി യോഗ്യനേശുവേ 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 നീ നല്ലവൻ യോഗ്യനേ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ ഓ നീ നല്ലവൻ യോഗ്യനേ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ ഓ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ ഓ നീ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി എന്നെ മാനിക്കുന്ന ദൈവം എന്നെ വഴി നടത്തും ദൈവം നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവർ ചേർന്ന് യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ യോഗ്യനേ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ യോഗ്യനേശുവേ
നല്ലവൻ നിൻ സൗമ്യത എന്നെ അങ്ങയുടെ സൗമ്യത നിൻ സൗമ്യത എന്നെ വലിയവനാക്കി നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി നിൻ ശ്രേഷ്ഠത